ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ട് പോവാണ്? ഇന്നെന്താ എല്ലാവരും പോവാണ് ഇവിടുന്ന്, ആരും ഇല്ല ഇപ്പം നാട്ടിൽ. കഴിഞ്ഞല്ലേ ലീനമ്മ എല്ലാവരും പോയി. കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി അനു ഈച്ചൊക്കെ ദുബായി പോയപ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞു. പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇനി അല്ലേ, പാസ്പോർട്ട് ഇല്ല എനിക്ക് കഴിഞ്ഞ ടൈമിൽ. അപ്പോൾ പാസ്പോർട്ട് എക്സാം എന്തോ ഒരു കാരണമായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു കാരണമായിട്ട് ഞാനും ഉമ്മച്ചി വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു. ഇപ്രാവശ്യം ഞാനും പോവാണ്. പിന്നെന്താ അറിയോ, അന്ന് ഇപ്പച്ചിയില്ലേ ഇവിടെ, ഇപ്രാവശ്യം ഇപ്പച്ചിയും ഇവിടെ അല്ല. ഇപ്പച്ചി രാജസ്ഥാനിക്ക് 10 ദിവസം ട്രിപ്പ് പോയി. ഇപ്പച്ചീൻ്റെ സ്കൂളത്തെ മാഷിമാരപ്പം ഓലൊരു ബാച്ചിലർ ട്രിപ്പ് അടിച്ചു. ബാച്ചിലറല്ല, ബോയ്സ് ട്രിപ്പ് അടിച്ചു. KSTU ഇപ്പച്ചീൻ്റെ സ്കൂളത്തെ അധ്യാപക സംഘടന ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് ട്രിപ്പ്, ഒരു എന്നുവെച്ചാൽ ഈ ഓരോരോ സാധനങ്ങൾ എന്തൊക്കെയാണ് ജയ്പൂര്, രാജസ്ഥാന്, വേറെ എവിടേക്കോ എന്താണ് എന്തൊക്കെയോ ഇതിൽ കൂടെ പോകുന്നുണ്ട്. ഇപ്പച്ചി പറഞ്ഞാൽ ഇപ്പച്ചി ലോക്കൽ ട്രെയിനാണ് എടുത്തിന്. പേരും ചൂടടിച്ചിട്ട് ഞമ്മക്കറിയാട്ടോ, നമ്മള് മണാലിയിൽ അങ്ങോട്ട് പോയപ്പോ AC എടാ അജി ആലോചിച്ചോക്ക്, നമ്മള് സ്ലീപ്പറാണ് എടുത്തിക്കണേ. ഇപ്പച്ചി ഏതറിയോ, ലോക്കലാണ് എടുത്തിക്കണേ. ലോക്കല് നല്ല നിങ്ങൾ എന്നോട് പറഞ്ഞേ സ്ലീപ്പർ ഇപ്പൊ ഏതാണെങ്കിലും അത് AC അല്ലാത്ത ഏതാണെങ്കിലും നോർത്തൊക്കെ പോകുമ്പോ ഒരവസ്ഥ. കേരള ടു ഡൽഹി പോവാണെങ്കിൽ എല്ലാരും സ്ലീപ്പർ എടുക്കുക നിർബന്ധമായിട്ട്. സ്ലീപ്പറോ AC ഇത് തന്നെ ഒരു ബർത്ത്ഡേ ഒരു വിഷയം പറഞ്ഞു ഇത് കേട്ടിയോ? അപ്പോൾ ഇപ്രാവശ്യം ഞാനും മെച്ചിനും ഒറ്റക്കാക്കി ഇവിടുന്ന് പോവാണ്. നമ്മൾ വേറെ എടുക്കുമല്ല, നമ്മൾ പോകുന്നത് ആഫ്രിക്കയിലോട്ടാണ്, സൗത്ത് ആഫ്രിക്ക. ഇത് അനുവിനോട് ആദ്യം വന്ന് പറഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്ക എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അന്നും വിട്ടു, സൗത്ത് ആഫ്രിക്ക കാരണം ഇതുവരെ ലിസ്റ്റിലില്ല. ബാക്കിയൊക്കെ കേട്ടിക്കണത് തായ്ലൻഡ്, ഇത് ആഫ്രിക്കയ്ക്കൊക്കെ പോകുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇത് സൗത്ത് ആഫ്രിക്കയ്ക്കാണ് പോകണത്. അപ്പോൾ ഞാൻ നാളെ പോകുന്ന 25-ാം തീയതി പോകുന്ന പറഞ്ഞത്. അപ്പോൾ ഈച്ചനൊക്കെ ഇപ്പോൾ ദുബായിലുണ്ട്. ഓല് ഖത്തർക്ക് പോയിട്ട് 26-ാം തീയതി മറ്റന്നാളെ ഓല് അവിടുന്ന് ആഫ്രിക്കയ്ക്ക് കയറും. ഞാൻ ഇവിടുന്ന് ഇന്ന് ചെന്നൈക്ക് പോകും. ഇവിടുന്ന് ചെന്നൈക്ക് പോയിട്ട് നാളെ ചെന്നൈയിൽ നിന്ന് ആഫ്രിക്ക 26-ാം തീയതി 25-ാം തീയതി ഇന്ന് 24 ഇന്ന് ചെന്നൈ പോകും. നാളെ രാവിലെ ഫ്ലൈറ്റ്, നാളെ രാവിലെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഫ്ലൈറ്റ്. അപ്പോൾ എന്തായാലും അടിപൊളിയാകും. ഇവരോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞ എന്താ വെച്ചാല് ഞങ്ങൾ വിളിച്ചാണ്ട് 12 മണിക്ക് കറക്റ്റ് വരിക എത്തണം. എന്തറിയോ സംഭവം എന്തറിയോ, ഞാൻ പറയട്ടെ 5 മണിക്കാണ് ഞാൻ കരുതിയത് കാര്യത്തില്. നോക്കുമ്പോണ്ട് 5 മണിയല്ല, 5 മണിക്കാണെങ്കിൽ എത്ര ഇത് പിന്നെ എത്തണം എയർപോർട്ടില്? 1 മണിക്കൂർ മുന്നേ 4 മണിക്ക് എത്തണം. ഇന്റർനാഷണൽ ആണല്ലോ. ഇന്റർനാഷണൽ ആണെങ്കിൽ 3 മണിക്കൂർ മുന്നേ എത്തണം. അത് PCB ബാക്കിൽ ഇങ്ങനെ ആട്ടിയുണ്ട്. 3 മണിക്കൂറോ എങ്ങോട്ടാ പോണേ? 2 മണിക്കൂർ മുന്നേ. 2 മണിക്കൂർ മുന്നേ. അപ്പൊ എന്താ അറിയോ, അപ്പൊ 2 മണിക്കൂർ മുന്നേ ആണെങ്കിൽ 3 മണിക്ക് നമ്മൾ അവിടെ എത്തണം. അപ്പൊ ഇവിടുന്ന് ഒരു 1:30 കിലോ ഇറങ്ങണ്ടേ? 1:15 തെറ്റുപറ്റി പോയി. 6 മണിക്കാണ് ഫ്ലൈറ്റ്. 5:55 ഞാൻ 5:55 5 മണി 17 കണ്ടിട്ടുള്ളേ. നിങ്ങള് എത്താൻ വൈകുന്നു കരുതി, അതിനോട് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇത്ര നേരത്തെ എത്തും കരുതിയോ? 1 മണിക്കൂർ ലേറ്റ് ആണ്. എന്തോരം റിസ്കുകൾ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിക്കണത്. ഇങ്ങനെ അടിച്ചു പറയണ്ട, പോലീസുകാരെ കണ്ണു വെട്ടിച്ചു. ടോപ്പായി പറയാൻ നിൽക്കണ്ട. അപ്പൊ നല്ല ഓണപ്പരിപാടി ഉണ്ടോ പ്ലാന്റിക്കോന്റെ ഓണപ്പരിപാടി? പ്ലാന്റിക്കോന്റെ ഓണപ്പരിപാടി ഉണ്ടെന്നല്ലേ. അപ്പോൾ നബീലിന്റെ വ്ളോഗിലുണ്ടാവും. നബീൽ ഇന്നലെ ഫുൾ വ്ളോഗ് എടുത്തിക്കണ്. അതിന് ഇടുമെന്ന് അറിയില്ല, ഇടും മിക്കവാറും. അപ്പോൾ അവസാനം ഞാൻ അതിൽ തുടക്കം തൊട്ട് ഇന്നലെ എല്ലാവരോടും പറയുന്നുണ്ട്. ഇന്നലെ ഞാനൊക്കെ വീഡിയോ എടുക്കണാവോ, ഇന്നലെ ഞാൻ ഫസ്റ്റ് ടീം ഇടുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഏത് നമ്മൾ തൂക്കിയിട്ടില്ലെങ്കിലും ഏത് നമ്മൾ തൂക്കിയിട്ടില്ലെങ്കിലും വടംവലി നമ്മൾ തൂക്കും ഞാൻ പറഞ്ഞു. കാരണം 2 പാട് കുറ്റിയാളുകളുണ്ട്. ഞാൻ പറയട്ടെ,
അത് ബോണ നമ്മളെ ടീമിൽ ഉണ്ടാണ് പറയണത്. പോണോ ഞാനോ 18 ഇങ്ങനെ 2 കുറ്റികളെ ഞാൻ ആദ്യം ടീമിൽ കൊടുത്തു. കാരണം ഓല് ടീമിൽ ഉണ്ടെങ്കിൽ 18 വയസ്സല്ലേ നോക്കണത്. ഞാൻ ഓവർ കോൺഫിഡൻസ് ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് ലെമൺ സ്പൂൺ ഞാനോട് പറഞ്ഞു എടുക്കും പറഞ്ഞോ എടുത്തു. രണ്ടാമത് വടംവലി ശരി കേട്ടോ. ഓ ലെമൺ സ്പൂണിന് ഫസ്റ്റ് പറഞ്ഞു ലെമൺ സ്പൂൺ ഞാൻ എടുക്കും ഇന്നട് 2 വർഷം ഞാൻ അന്നേ അപ്പൊ ഇവിടെ ഒരു മുറി ആയെങ്കിലും ലെമൺ സ്പൂൺ തൂക്കി 5 പോയിന്റ് കിട്ടി. ഫുള്ള് ചോരയില്ല ഇപ്പൊ നല്ല ലെമൺ സ്പൂൺ പിടിച്ചാണ്ടി ഇങ്ങനെ അടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചോനെ പോയി കരുതി ഞാൻ. പക്ഷെ ഇപ്പൊ എന്റെ കാല് റൗണ്ടിന്റെ കാലായോണ്ട് ഇങ്ങനെ വെക്ക കാല് ഇങ്ങനെ നീട്ടി വെക്കണോണ്ട് പെട്ടെന്ന് എത്തി ഫസ്റ്റ് ഇട്ടി. ലാസ്റ്റ് നമ്മള് എന്താ ഫൈനലിൽ വടംവലി കളിച്ച ടീമിന്റെ വായക്കൊല വണ്ടി ഇന്നലെ ഞാനൊക്കെ ശ്രദ്ധിച്ചിരിക്കണ്. ഇന്നലെ ഫൈനൽ കപ്പടിച്ച ടീമിന് പഴക്കൊല ഉണ്ടായിന് കേട്ടോ. പഴക്കൊല എല്ലാവരും കഴിഞ്ഞിട്ട് എല്ലാവരും പഴക്കൊല ഒന്ന് വിട്ടുന്ന് പോത്തിന് ഇങ്ങനെ എടുത്താണ്ടേ കാറോടെ പിന്നെ ഡിക്കി തുറക്കാറാണ്ട് മൂലൊക്കെ കൂടെ പോയാണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചോ. അനാഥമായി കിടക്കല്ല അവിടെ ആർക്കും വേണ്ടാത്തത്. പിന്നെ പേര് അത് കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം എടുത്ത് കൊണ്ടുപോയിനി പിന്നെ തിരിച്ചു കൊണ്ടുപോയി വെച്ചതാണ്. എന്നിട്ട് എല്ലാരും തിന്നേ. അപ്പൊ ഇന്നലെ എന്നിട്ട് എന്താ എത്ര 3-ാം സ്ഥാനത്തല്ലേ നമ്മള് ലാസ്റ്റ് വടംവലിന്റെ മുന്നേ. എന്നിട്ട് വടംവലി ജയിച്ച് 15 പോയിന്റും കിട്ടി. ഒന്നുകണെത്തി ഒറ്റടിക്ക്. പെരും കച്ചറ. ഓ എത്ര നേരം അറിയോ പോയിന്റിന് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കിയിട്ട് റബ്ബേ പുടിച്ചണം മാറ്റിക്കോടുന്നു. ഞാൻ നിങ്ങൾക്ക് ഒളിമ്പിക്സ് ഒന്നും അല്ല കിട്ടാൻ പോണത്. ഇത് കഴിഞ്ഞ ഇവിടെ നല്ല ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ സർട്ടിഫിക്കറ്റ് കിട്ടിയാല് പിന്നാലെ കൂടി വള്ളതാക്കിച്ചേക്കാ പാരുന്നേക്കാ അന്ന് പറഞ്ഞ അപ്പൊ ഇജ് പോയിന് ശേഷം ചെങ്ങായി ഫസിനെ സൽമാൻ പെരുമ്പാസി ഉണ്ടാവുമല്ലോ. പിന്നെ സൽമാൻ ചാടിയോ ഓട്ടൂടെ വണ്ടിച്ച് എന്നിട്ട് സൽമാൻ വണ്ടിന്റെ ഉള്ളിലേക്ക് ഡിക്കിക്ക് വെള്ളം സീറ്റിക്ക് വെള്ളം ഞങ്ങളെ വണ്ടിക്ക് വരാണ്ട് പോയി ഒരു കാട്ടുകൂടെ കയറാണ്ട് മേലെന്ന് നോക്കിച്ചേക്കാം. ആ ചെങ്ങനെ വേദിക്കും ഓൻ എങ്ങനെയാലും നടക്കണം. സമ്പത്തുള്ളൂ കൊയിച്ചു ഓട്ടുകൂടെ ആയിക്കോട്ടെ. ഞാൻ കാണിച്ചു സൽമാന്റെ ഫോട്ടോ ഉണ്ട്. ഇതിൽ ഇന്നലെ വെള്ളം മുടിച്ചിക്കണ ഇതിലുണ്ട്. ഇതാ ഇത് ഇന്നലെ സൽമാന്റെ അവസ്ഥ നനഞ്ഞിട്ടങ്ങട്ടെ. ഇന്നലെ ഫൈനലിൽ സൈക്കോണ് വരുമ്പോൾ സൈക്കോനെ എല്ലാവരും എടുത്തുകൊണ്ട് സൈക്കോ പിന്നെ കൊതറാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ സൽമാൻ എന്തൊരു പ്രശ്നം പറ്റീനി. പക്ഷേ സൈക്കോ പ്രാവശ്യം കൊതറാനും നിന്നില്ല. നേരെ പോയിട്ട് നിന്ന് കൊടുത്തു പൂളിക്കൊറ്റിടലാണ് കേട്ടോ. അതിൽ അയ്യോ എന്നെ ഉന്തിടേ എന്നൊരു ചാട്ടം. അല്ലല്ല ഞാൻ എന്തായാലും ചാടാൻ കരുതി ലാസ്റ്റ്. ഇപ്പൊ മെച്ചി ഇങ്ങോട്ട് വരി അല്ല ഇവിടെ വിളിച്ചല്ലേ ഇങ്ങോട്ട് ഇല്ലേ. അപ്പോ എന്റെ പോക്കരെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. എനിക്ക് ജോലപ്പം കഴിഞ്ഞ മറ്റേ ഇവിടക്കന്നെ പോണ്ടീനി എന്നുള്ളതാ. ദുബായിത്തെ പരിപാടിക്ക് വെറുതെ 4 ദിവസം ഇവിടെ എനിക്ക് വെറുതെ പോയി. പക്ഷെ മറ്റേ പ്ലാന്റുകോന്റെ പരിപാടിയില് കൂടാൻ പറ്റി. നല്ല പരിപാടി കഴിഞ്ഞിട്ടോ എനിക്കെല്ലാം പറ്റി. കുട്ടികളെ ടീം ജയിച്ചോണ്ടാണെന്നറിയില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനുവിനെയും ഈച്ചുവിനെയും ഒക്കെ എല്ലാരും പ്രതീക്ഷിച്ചു വന്നു. കുറെ ആൾക്കാര് അച്ചു എല്ലാരും പ്രതീക്ഷ വന്ന്. അനു എൻഗേജ്ഡ് ആയതോടുകൂടി ഓലൊക്കെ ഓരോന്ന് ഏറ്റു. ഇല്ലെങ്കിൽ പിന്നെ ആരും അനു ഒന്നും ഏൽക്കാനയക്കൂല. അപ്പോൾ നമ്മളും കൂടി ഇല്ലെങ്കിൽ വരുന്നവർക്ക് ഒക്കെ ഒരു ഇതല്ലേ. നമ്മളൊരു വലിയൊരു കമ്പനി നടത്തുമ്പോൾ അതിൻ്റെതായ ഒരു ഉത്തരവാദിത്തം വേണ്ടേ. പക്ഷെ വന്നവരും എല്ലാവരും നല്ല സഹകരണം, നല്ല പരിപാടി. KP ഒക്കെ വീണ്ടും സാരി കൊടുത്തു. പിന്നെ മറ്റോന്റെ പേരെന്താ സ്കില്ല് അടിപൊളിയാക്കി. എല്ലാരും നല്ല ഭംഗിയുണ്ട്. ആ പരിപാടിക്ക് മാത്രം എനിക്ക് തോന്നുക ഒറ്റ ഇതിൽ പോവാതെ നിന്നത് അല്ലേ. കഴിഞ്ഞ എത്ര വർഷം 3 വർഷം 2 അല്ല എത്ര പ്ലാന്റ് പോയിന്റ് ഓണായി ഇപ്പൊ? 3-4 കയ്യില്ലേ? അപ്പൊ ഇത്രയും അവിടെ അങ്ങട്ട് അങ്ങനെ നോക്കണ്ട. ഓ ഏന്തി നോക്കണാക്കണേ. അവിടെ പോലെ എന്തേലും തോന്നോട്ടെങ്ങായി ഇജ മൂച്ചിന്റെ ഇടയിൽ കൂടെ പോലെ നോക്കേണ്ട ആവശ്യത്തിനാണ്. പ്ലസ് ടു കഴിഞ്ഞ പോലെ അങ്ങോട്ട് നോക്കാൻ മരത്തുമ്പോ ഇല ഉണ്ടോ, കാറ്റുണ്ടോ, കൊമ്പുണ്ടോ,
ഇവിടെ ഒരു സ്കൂളിന്റെ ഇത് നടക്കുന്നുണ്ട് ഫസ്റ്റ് ഇയറിന്റെ പരിപാടി നടക്കുന്നുണ്ട് ഓണാഘോഷം. ഫർസാൻ ഇവിടെ ഒന്നും കണ്ടില്ല. ജി ജമാഅത്താക്കണ്ട കേട്ടോ, ജി അങ്ങോട്ട് നോക്കിക്കണേ. ആട് സമ്മതിച്ചോ? നല്ല നീളണ്ടേ ഒക്കെ ഞാൻ നീ ഉറക്കം നീച്ചതുപോലെ ചണ്ടോട്ടിട്ടാ പേരും കൊട്ടേനി ഇവിടെ എത്ര നേരം അതിലാണ് നീച്ചേന്. നമ്മളെപ്പച്ചി നല്ല യാത്രയിലാണ്. രാവിലെ റേഷൻ കാർഡ് നമ്പറൊക്കെ തന്നു ഭാഗ്യത്തിന്. ഒരു ബോയ്സ് ട്രിപ്പാണ് പോയി. KTF മോണിമെന്റൽ എന്നൊക്കെ പറഞ്ഞാണ്ട് ഐസിലൊരു ബോയ്സ് ട്രിപ്പാണ് അടിച്ചു. പക്ഷേ ഹാപ്പി ആട്ടെ. കാരണം എന്താ പറയുക, ഇപ്പച്ചി ഒരു ടീമിന്റെ കൂടെ യാത്ര പഠിച്ചാണ്. കാരണം പണ്ട് കുറേ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഒന്ന് നിന്നീനു. ഇപ്പൊ വീണ്ടും കാരണം അടുത്ത വർഷം റിട്ടയർമെന്റ് വരുമ്പോഴേ ഇവരൊക്കെ വീണ്ടും ട്രിപ്പ് പോകുമ്പോൾ ആ ടീമിലൊന്നും കൂടി എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു വെച്ചാല് ഞാൻ നെക്സ്റ്റ് ഇയർ ഒക്കെ തൊട്ട് അത് വീണ്ടും സ്റ്റാർട്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാവും. ഏതായാലും നല്ല ഉഷാറായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വരട്ടെ എന്ന് വിചാരിക്കണം. അപ്പൊ അതിന്റെ ഒപ്പല്ലോലൊക്കെ വീഡിയോ കോളില് മറ്റേ കൊട്ടാരൊക്കെ കാണിച്ചു കൊടുക്കണ്ട് പറഞ്ഞു. എനിക്കൊന്നും ഹലീമൊക്കെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു എല്ലാവർക്കും കൊട്ടാരൊക്കെ. ഇപ്പച്ചി പറഞ്ഞു മഴയാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഇനി എത്ര മഴതാലും ഒരു ചൂടുണ്ടാവും. നമ്മള് അല്ലേ പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അതൊരു എക്സ്പീരിയൻസ് ചെയ്യണ്ടാണ് എല്ലാവരും. പിന്നെ ഈ ചാട്ട് മസാല തൈര് അങ്ങനത്തെ ഒക്കെ പോണതുകൊണ്ട് ചപ്പാത്തി തൈര് ചാട്ട് മസാല തങ്കേ ദണ്ടാപാനി ചണ്ടയല്ല തങ്കാപ്പാനി തങ്കനാണല്ലോ തങ്കാപ്പാനി. എന്ത് 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 नहीं मेरा पैसा മുഹിബൻ പറയും. അങ്ങനെ എന്താണ് മേരാ പൈസ नहीं चाहिए मेरा पास पैसा नहीं चाहिए പൈസ അല്ല. ബുദ്ധിമുട്ടാണ്, പൈസ അല്ല, കീസ കാലിയാണ്. സരോജിനി മാർക്കറ്റ് കൂടെ നടക്കുമ്പോ മേരാ പാസ് അങ്ങനെ തന്നെയാണോ? നമ്മള് എന്തോ ഉണ്ടാക്കി ഹിന്ദി എന്തോ പറഞ്ഞിനി. മറ്റേ കസോൾക്ക് വെറുതെ പറയാ. ഈച്ച് പറഞ്ഞിനി കസോള് പോണം എന്നോ പറഞ്ഞിനി. അതിനിപ്പോ പോക്കുണ്ടാവാന്ന് അറിയില്ല. ഏതായാലും ലൈസൻസ് ഉള്ള ഒരു 5-6 ആൾക്കാരുടെ നമ്പർ ഇവിടെ എഴുതി തരണം. കാരണം ആരെയും വിളിക്കേണ്ടി അറിയില്ലല്ലോ. കസോൾക്കല്ല ഇപ്പൊ പോകുമ്പോ ഇവൻ എന്നാ വരിക, ഇപ്പച്ചി എന്നാ വരിക. അതാണ് എന്താ ഞാനും എൻ്റെ പ്രിയപ്പെട്ട വാപ്പയും ഇവിടെ ഞങ്ങൾ ഒരു 4-5 ദിവസം വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞു കൂടും. എൻ്റെ വാപ്പാനെ കൊണ്ടുവരും. ഞങ്ങൾ വളരെ ശാന്തമായ കാറ്റൊക്കെ കൊണ്ട് കുന്നുംപുറത്ത് ഇവിടെ ഇരിക്കും ആ 4-5 ദിവസം. ഡാഡിനെ കൊണ്ടുകൊണ്ടിരണം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെന്തോ കുക്കിംഗ് വ്ലോഗ് എന്തിട്ടീനി എന്ന് നോമ്പിനെന്തോ കുക്കിംഗ് ഒന്നല്ലല്ലോ. എവിടുത്തെ നടന്നില്ല. നമ്മളെ ആ സാധനം ഇടാൻ നിന്നീനി അതിന്റെ ആ സാധനം പൈനാപ്പിളും ഇവിടെ കൊറേ കാലം ഞാൻ ഒരു ഭരണി ഒന്നും തോന്നരുത് 2 ഭരണി 2 കുപ്പി എന്താ. അപ്പൊ ആൾക്കാർ കാണുമ്പോണ്ട് മറ്റേ ഇങ്ങനെ ബ്രൗൺ ഷുഗർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ബ്രൗൺ ഷുഗർ എന്താ പൈനാപ്പിള് ഇത് ഞാൻ പൈനാപ്പിൾ ടെപ്പാച്ച ഒരു വട്ടം വാങ്ങി ഞാൻ അങ്ങനെ അടുത്ത ദിവസം വ്ലോഗ് എടുക്കുക എന്ന് വെച്ചാല് ഒരു ദിവസം വ്ലോഗ് എടുക്കും. പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് എല്ലാവരും ദിവസം കിട്ടണം. പിന്നെ ഞാൻ പറ്റി പറ്റ മറന്നുട്ടോ. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അപ്പൊ ഷാമ്പയിനല്ല ടെപ്പാച്ചെ. ഷാമ്പയിന് ഇതാണ് പൈനാപ്പിൾ ടെപ്പാച്ചെ. ഫെർമെന്റഡ് ഡ്രിങ്ക് അതാണ്. അപ്പൊ ആ ഒരു ടെപ്പാച്ച ഉണ്ടാക്കണം. ഞാൻ എന്താ ഇതിൽ ഒരു റീൽസ് കണ്ടേനി. അപ്പോൾ പൈനാപ്പിൾ ടെപ്പാച്ച ഉണ്ടാക്കാന്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആണ്. അത് എന്ന് വെച്ചാൽ നോർമൽ തരിപ്പ് വരും, ഒന്നുമില്ലാതെ തരിപ്പ് വരും. കേട്ടോ റിനാനെ വടംവലി കാണാൻ പോയിക്ക. എടാ റിനാനെ ഇറങ്ങിക്ക റിനാൻ. പിന്നല്ല പ്രശ്നം എന്താ അറിയോ, ഇപ്പൊ പറഞ്ഞ മൊത്തം അങ്ങോട്ട് കേട്ട് കാണും. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പറയണതും അവിടുന്ന് ഇങ്ങോട്ട് പറയണതും ഓല അവിടുന്ന് സ്വകാര്യം പറഞ്ഞാൽ തരാം. ഇവിടുന്ന് ഇങ്ങോട്ട് കേൾക്കും. നല്ല എക്കോണ്.
അതുകൊണ്ടുള്ള അക്കോ. ആ ഭയങ്കര എക്കോണ്. റിനാനെ മെല്ലെ വർത്താനം പറയട്ടോ. ഓ അറി അപ്പൊ എന്തായാലും ഇന്ന് പോയോക്കട്ടെ. ഇതിപ്പോ സമയം എത്രയായി? 1:30 ആയില്ലേ? ഇനി മാറ്റിക്കോ. ഇനി ബാക്കി ഇങ്ങനെ പോണ വൈക്കൊന്നും 2 മണി 3 മണി ആകുമ്പോൾ ഇവിടെ ഇറങ്ങണം. 4:01 അല്ലേ? പൈസ വേണ്ടേ? പൈസ തരാട്ടോ. പൈസ വേണം. ജിപേക്ക് എന്തെങ്കിലും കട്ടുതരും ഞാൻ, ഇല്ലെങ്കിൽ ഇജ്ജ് പെടും. അല്ല ഞാൻ തരുവടാ. ജോലിയില്ല, കൂലില്ല, സമ്പാദ്യം ഒക്കെ എനിക്കറിയും. അതിനിപ്പോ നോക്കണ്ട, എന്റെ ഉത്തരവാദിത്തല്ലേ, ഞാൻ തരും കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഡ്രസ്സ് മാറ്റി പോകുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി പെരേന്ന് ഇറങ്ങി. പെരേന്ന് പെട്ടെന്ന് ഇറങ്ങേണ്ട ഒരു സന്ദർഭമുണ്ട്. ഓൻ കടന്നിറങ്ങിക്കോട്ടെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഉമ്മച്ചിൻ്റെ ഒപ്പം പോകാല്ലേ എടുക്കാൻ മറന്നു. ഉമ്മച്ചിനോട് ടാറ്റ പറയണൊക്കെ ഡ്രസ്സ് എടുക്കണമൊക്കെ എങ്ങനെ പോരുന്നോ വർഷാന്റെ പേരിന്ന് ഇറങ്ങിയിട്ട് വരെ സംഭവം ആഫ്രിക്കൊക്കെ പോവാട്ടോ. അതിലിപ്പോ എങ്ങനെ പോരുന്ന വെച്ചാൽ ഞാൻ പോവാട്ടോ, അങ്ങനെയൊക്കെ പോരുന്നത്. എടാ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഇജ്ജ് പോണത് ആഫ്രിക്കക്കാണ്. ഞാൻ പുറത്തേക്ക് ഞാൻ അമ്മച്ചിക്ക് ഉമ്മൊക്കെ കൊടുത്ത് വെട്ടിപ്പൊടിച്ച് ഇറങ്ങിയത് തന്നെ. ഫസ്റ്റ് ബന്ധാറിന് നിങ്ങളെ കണ്ടേ? ഫസ്റ്റ് ബന്ധാറിന് ഞാൻ പോവാട്ടോ. ഒരു ഇതിലൊക്കെ പറഞ്ഞായിരുന്നു, എനിക്ക് മനസ്സിലായി. അപ്പൊ പോവാട്ടോന്നല്ല നമ്മളെന്താ പറയാ. വേറൊരു കാര്യം, നിങ്ങള് ഈ വ്ളോഗ് കാണുകയാണെങ്കിൽ നിങ്ങള് കമന്റ് ചെയ്യട്ടോ. ഇവനോട് ഡെയിലി നിങ്ങൾ വ്ളോഗ് ഇടാൻ നിങ്ങൾ പറയണം. ഇതിപ്പോ നിങ്ങൾ പറയണ്ടേ. ഞാനിവിടെ ഒരു കൃത്യം ഒരു 1 മണിയായ പിന്നെ കുളിക്കും. ഞങ്ങൾ 3 കോൺഫറൻസ് കോളിൽ വിളിച്ചിരിക്കുന്നുണ്ട്. 2 മണി രാത്രി 12. പ്രശ്നം എന്താ വെച്ചാൽ രാത്രി 12 മണി വരെ പ്രശ്നം ഉണ്ടാവില്ല. 12 മണി ഒരു 12 മണിക്ക് ഒരു ശകല അപ്പുറത്തേക്ക് കടന്നാൽ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കും. അല്ല കേട്ടോ, എനിക്കൊരു ഇത് തന്നെയാണ്. ചിന്തിപ്പിക്കണേലുണ്ടല്ലോ, ചിന്തിപ്പിക്കണേലുണ്ടല്ലോ. ആ ഇപ്പൊ ഒന്നും ചിന്തിപ്പിച്ചോണ്ടാണ് ഇപ്പൊ വ്ളോഗ് എടുത്തത് അല്ലേ? ഞാൻ ഇവരുടെ വേറെ ദിവസം വ്ളോഗ് എടുക്കുക എന്തെങ്കിലുമൊക്കെ വ്ളോഗ് എടുക്കുക. കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ ഇപ്പൊ ഈ പോണത് ഇപ്പൊ എയർപോർട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പൊ ഇങ്ങനെ പറയും ഇവന് 2 മണിയായ കോൾ എടുക്കൂല. ഇവന് അങ്ങനെയൊക്കെയാണ് പരിപാടി. ഇവന് ചില സമയത്ത് ഓവറാക്കട്ടോ. ഇമ്മച്ചിന്റെ മുന്നിലിട്ടാണ് ചിലപ്പോൾ ഒരു കുറച്ച് ആളുകളുണ്ട്. ജിമ്മനോട് 2 വർഷങ്ങളായി പറയുന്നു എന്നോട്. ജിമ്മി ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എന്നോട് കുറേ പറയുന്നല്ലോ. ജിമ്മി പറയലുണ്ട്, അവിടെ പറയലിനോടെല്ലാം പറയലുണ്ട്. പക്ഷെ ഇജെന്താ അറിയോ, അനക്ക് 4 ആളുടെ ഇടയിൽ എന്നെ കിട്ടുമ്പോൾ അജി പറയല് ഇമ്മച്ചിൻ്റെ ഇപ്പച്ചിൻ്റെ ഒക്കെ മുന്നിലിട്ടാണ് പറയും. ഇവനോട് ഞാൻ എല്ലാ ദിവസവും ഡെയിലി ഞാൻ പറയില്ലേ, ഡെയിലി ഒന്നും പറയില്ലേ, എപ്പോഴേലൊക്കെ കാണാൻ പറയുമ്പോൾ പറയുള്ളൂ. ഡെയിലി ഞാൻ ഇവനോട് പറയലുണ്ട്, ഓനോട് വ്ളോഗ് ഇടാനെന്നൊക്കെ പറഞ്ഞിട്ട്. അതിലിപ്പച്ചി ഇമ്മച്ചി ശരിയാണ്, ഇവനങ്ങോട്ട് ഇടലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഞാൻ താല്പര്യം അല്ലേ. ചിരിക്കണമായിരിക്കും. അപ്പം എന്തായാലും നമ്മൾ പെരേന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇപ്പോൾ 4 മണിയായി. 4:30ക്കാണ് ഫ്ലൈറ്റ് പെടുന്നത്. അവിടെ എന്താ പരിപാടി എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല കേട്ടോ. ഞാൻ അനുവിനോട് ചോദിച്ച് ആഫ്രിക്കയിൽ പോകേണ്ടത് മനസ്സിലായി. പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്താണ് സൗത്ത് ആഫ്രിക്കയിൽ പരിപാടി. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ്. ഇപ്പോൾ 4:30 മണിയായി. ഫ്ലൈറ്റ് വിടുന്നത് എത്ര 5:55 ഇവിടുന്ന് ഫ്ലൈറ്റ്. ചെന്നൈക്കുള്ള ഫ്ലൈറ്റ് കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ മറ്റേ ഫ്ലൈറ്റ് അക്കാഡമിൻ്റെ സ്റ്റുഡൻസും ഇവലും ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അത് ഓലാണോ എനിക്കറിയില്ല, ഇത് അങ്ങനെ വേണ്ട, ഓലിനെയാണോ എനിക്കറിയില്ല. എനിക്കതേ പറഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആരാണിത് ഈ കൊണ്ടുപോകണത്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ എങ്ങോട്ടാണ് കൊണ്ടുപോകണം. അല്ല, സൗത്ത് ആഫ്രിക്കക്കാണ് മനസ്സിലായി. അവിടെ എന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ട്രിപ്പാണോ അതോ ഇനി പ്രോഗ്രാമാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമ്മൾ പോയോക്കുക. ഒരെത്തും ഇടാത്ത ട്രിപ്പാണ്. എന്തായാലും പോയോക്കുക ഇൻഷാ അള്ളാ. അപ്പോൾ എന്തായാലും ഗൈസ് ഇനിയിപ്പോൾ ഇവരെന്നെ എയർപോർട്ടിലാക്കി പോവും. അവിടെ എന്നെ പെട്ടിയും കൊണ്ട് അവിടെ ആക്കിയിട്ടേ പോകുള്ളൂ. വന്നീ ഞങ്ങളെ കാറിൽ പെട്ടിയും കൊണ്ടാക്കണതും പിന്നെ ഇറക്കി പോവും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പാർക്കിങ്ങിലിടും. വണ്ടി പാർക്കിങ്ങിലിട്ടുണ്ട് 100 റുപ്യ ഞാൻ കൊടുത്തോണ്ട് പ്രശ്നമില്ല. എന്നെ പെട്ടി കൊണ്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് എന്നെ കൊണ്ട് അവിടെ നിർത്തി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോരും. അതിപ്പോ മറ്റേ സൈഡിൽ നിർത്തിയാലും പാർക്കിങ്ങിന്റെ പൈസ കൊടുക്കാതെ തന്നെ ഇറക്കി പോരാലോ. അവിടെ 7 മിനിറ്റിലേറെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതിന് 7 മിനിറ്റൊക്കെ തന്നെ എന്നെ ആക്കടേന്. ഞാൻ ആ സാധനത്തിനുള്ളിൽ കയറിയ പിന്നെ എന്നെ നിങ്ങൾ ഇമിഗ്രേഷൻ്റെ അവിടെ കൊണ്ടാക്കൊന്നും വേണ്ട. അവിടേക്കൊന്നും കയറാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞാനും ആണെങ്കിൽ കയറാം. ഓനിപ്പോൾ അങ്ങനെ പറഞ്ഞോണ്ട് ഓനാ പാർക്കിങ്ങിൽ
മിനിറ്റ് ആ പാർക്കിങ്ങിൽ നിർത്തിയോണ്ട് ചിലപ്പോൾ ഇമിഗ്രേഷൻ്റെ അവിടെ വരെ എത്തിച്ചേക്കാരം വരെ. എന്നാലും പാർക്കിങ്ങിൽ ഇടാം, പൈസ കൊടുക്കണമെങ്കിൽ കൊടുത്തോളും, പ്രശ്നമല്ല. ഇട്ടോ ഈടപ്പോൾ ഞാൻ ഇതൊന്നും പറയില്ല. പക്ഷേ എന്തിനാ അപ്പം അങ്ങനെ ഒരു 100 രൂപ ഞാൻ കൊടുത്തോണ്ട് എനിക്ക് പ്രശ്നമില്ലാക്കുന്നത്. 100 ഇതാക്കുക. അത് ഓൻ്റെ ഫോണല്ല കേട്ടോ, ഈ ഷിപ്പിൻ്റെ ഫോണാണത്. അവിടുന്ന് ഇങ്ങനെ എടുത്താണ്ട് 100 രൂപ അതാക്കിട്ട് ക്യാമറമാനെ കാണിച്ചു കൊടുക്കുക. പിന്നെ ആരടാ മതി. അപ്പം എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും കുറച്ച് ചായ കുടിച്ചോട്ടെ. ബൈ. കാണാ ബൈ ബൈ. എന്തായാലും പോയോക്കട്ടെ ഗൈസ്. എന്തായാലും ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം. ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചെന്നൈ എത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി എത്തിന് ചെന്നൈയിൽ. അപ്പോൾ അവിടെ പൊട്ടി ചെറുതായിട്ടും സീനാക്കിട്ടോ. ഇവിടുത്തെ പറഞ്ഞാൽ എന്താ പറയുക, ഈ ഹോട്ടലിൽ കയറിയാൽ ഹോട്ടൽ വൻ ഇതാണ്. എന്നുവെച്ചാൽ വന്നല്ല, എന്നാലും ഒരു നോർമൽ ലുക്കാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഭയങ്കര നല്ല സ്മെല്ലൊക്കെ കയറാൻ പ്രശ്നമില്ല. പുറത്തേക്ക് കണ്ട് ഇറങ്ങിയാൽ ചെറിയൊരു സ്മെല്ലിന് ചെറിയൊരു സ്വല്പം ചേഞ്ച് വരും, ലിറ്റിൽ ചേഞ്ച്. പുറത്തേക്ക് ഞാൻ വെറുതെ ഇറങ്ങിയൊക്കെയത്. ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ പക്കാ ലോക്കൽ. ഞാൻ ഇതുവരെ ചെന്നൈ വന്നിട്ടില്ല. ഞാൻ ആകെ വന്നത് പറഞ്ഞാൽ മണാലിയിൽ പോകുമ്പോൾ ട്രെയിൻ ചേഞ്ച് ചെയ്യാനായിട്ടാണ് കയറിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് 10 മണിക്കാണ് രാവിലെ. ഇപ്പോൾ രാവിലെ 7 മണിയാണ്. അതാണ് സൗണ്ടൊക്കെ ഇങ്ങനെ. ഉറക്കം റെഡി ആയിട്ടില്ല, അങ്ങനെ അങ്ങോട്ട് നീച്ചിരിക്കണം. ജേഴ്സി എങ്ങനെയുണ്ട്? നോർവേ ബ്ലാക്ക് ഹാളുണ്ട്. ഈ ജേഴ്സി പിന്നെ മറ്റേ ഞാൻ ഇതിൻ്റെ ഇൻട്രോളിട്ട ജേഴ്സി ഞാനപ്പോൾ പറയാൻ പറഞ്ഞതാണ്. ഈ ഇൻട്രോളിട്ട ജേഴ്സിയൊക്കെ ടാനിയോ കാർട്ട് പറഞ്ഞൊരു ഇതിൽ നിന്നാട്ടോ. ടാനിയോ അൺസീനിയറുണ്ട്, ഓലാണ് തന്നത്. ഞാൻ ഓല ഷോപ്പിൽ പോയി. ഇനിയിപ്പോൾ അടുത്ത് ഉമ്മച്ചിക്ക് അവിടെ ഒരു ടെറ്റിൻ്റെ സീൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ ജേഴ്സീസ് ഭയങ്കര ഇഷ്ടമാണ്. ജേഴ്സി ഇടാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനോണ്ട് ജേഴ്സി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനോട് ഞാൻ ഓല ഷോപ്പിൽ പോയി അവിടുന്ന് വേഗം, കാരണം കൊറിയറത്തെ ഓണാണ്, കൊറിയർ ടൈമിലെത്തൂല പറഞ്ഞു. അപ്പോൾ അതിനോണ്ട് ഓല ഷോപ്പിൽ പോയി അവിടുന്ന് മേടിച്ചാണിത്. അഞ്ഞൂറിന് എടുത്തുകൊണ്ട് കുറച്ച് ജേഴ്സി. അവിടെ സൗത്ത് ആഫ്രിക്കൻ്റെ ജേഴ്സി ഞാൻ നോക്കി, പക്ഷേ സൗത്ത് ആഫ്രിക്കൻ്റെ ജേഴ്സി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെനഗലിൻ്റെ ജേഴ്സി തൽക്കാലത്തിന് എടുത്തു. ആഫ്രിക്ക കോണ്ടിനെൻറ്റിക്കല്ലേ പോണത്, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു എടുക്കുക എഴുതിയാണ്ട് ഞാൻ സെനഗലിൻ്റെ ജേഴ്സി എടുക്കണം. 3 ആൾക്കും ഒരു പച്ച ജേഴ്സി. അപ്പോൾ അവിടെ എത്തിയിട്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇനി എയർപോർട്ടിൽ പോട്ടെ. 12 മണിക്കൂർ ഫ്ലൈറ്റാണെന്ന് പറഞ്ഞത്. 12 മണിക്കൂർ പറഞ്ഞാൽ 6 മണിക്കൂർ ഒരു ഫ്ലൈറ്റും, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പിന്നെ 6 മണിക്കൂർ ഫ്ലൈറ്റും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല 12 മണിക്കൂർ ഫ്ലൈറ്റ്. എന്തായാലും പോയോക്കാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാട്ടോ ഫുഡ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് മറ്റേ എത്യോപ്യൻ എയർലൈൻസിലെ എക്കണോമി ഫുഡ് കേട്ടോ. നമുക്കവിടെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കേക്ക് ഉണ്ട്, പിന്നെ ബട്ടർ ഉണ്ട്, പിന്നെ ബന്നുണ്ട്, പിന്നെ ഫോർക്കും സ്പൂണും, മറ്റേ ക്രാക്കേഴ്സും, ബിസ്ക്കറ്റ്, മറ്റേ എന്താ പറയാ, മറ്റേ മൽക്കിസ്റ്റിൻ്റെ പോലത്തെ ഒരു ബിസ്ക്കറ്റും ഉണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, ചിക്കൻ ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ഞാനൊരു 7-Up പറഞ്ഞു. അപ്പോൾ അതാട്ടോ. പിന്നെ ഒരു പുതപ്പാണോ, ഇവിടെ ഒരു പുതപ്പുണ്ട്, പിന്നെ അവിടെ തൽക്കണി ഉണ്ട്. പിന്നെ ഹനൂത്ത് കണ്ടു ഇവിടെ. ഓക്കെ. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു പരിപാടി ഇല്ല, അതിലിങ്ങനെ സിനിമ കൊണ്ട് തീർക്കുകയാണ്. മറ്റേ മാർവൽ ഫുള്ള് തീർക്കാനാണ് പ്ലാൻ. അപ്പോൾ ഓരോന്ന് കാണാത്ത ഓരോന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 17 മണിക്കൂറാണ്, 17 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം. 12 അല്ല 17 ആണെന്ന് പറഞ്ഞ്. 17 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം. അപ്പോൾ അതിലിങ്ങനെ കഴിയണം അത്രയും തീർക്കുന്നുണ്ട്. തീർന്നാൽ മതി ഇനി ഡൂംസ്ഡേ ആകുമ്പോഴത്തേന്. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് ആയിക്കട്ടെ. ഇപ്പോൾ ഇതാണ്ടോ എത്യോപ്യൻ എയർലൈൻസ് എക്കണോമി ഫുഡ്. ഓക്കെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ എത്യോപ്യയിൽ എത്തിക്കാട്ടോ. ആ ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത്.
അങ്ങനത്തെ അതാ കാർഗോ അല്ല, എന്താ എത്യോപ്യൻ എയർലൈൻസ് അതിലാണ് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്യോപ്യയിലെത്തി. ഇവിടുന്ന് ഇവിടെ ഞാൻ ഇവിടുത്തെ ഇപ്പോൾ ടൈം എത്ര, ഇവിടെ ഇപ്പോൾ എത്ര മണിയായി കുറച്ചാണ് എനിക്കറിയില്ല, 2 മണി ആയിക്കണോ തോന്നുന്നു. 2:15 ഇവിടെ. അപ്പോൾ നാട്ടിലിപ്പോൾ 5 മണി. ഇപ്പോൾ എത്യോപ്യ എന്തും തമ്മിൽ വലിയ വ്യത്യാസമല്ല തോന്നുന്നു, മറ്റേ ദുബായിൻ്റെ ഒക്കെ അതേ ടൈം തന്നെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഇവിടുത്തെ ടൈമിൽ 3:15 അപ്പോൾ അതുവരെ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ അനുവിനെ വിളിച്ച്, അനു പറഞ്ഞത് എന്താ വെച്ചാൽ ഓല് നാളെ കയറണത് കാരണം. അപ്പോൾ ഇന്ന് നമ്മളെത്തും. ഇന്നിപ്പോൾ ഇനി ഇതേ സെയിം ഇപ്പോൾ അങ്ങോട്ട് വന്ന 6 മണിക്കൂർ എത്ര 6 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം ഇനിയും ഉണ്ടാവും. അപ്പം ഇനിയും 6 മണിക്കൂർ ടു എത്യോപ്യ ടു. അപ്പം എന്തായാലും ഇനി ഇതാട്ടോ എത്യോപ്യൻ എയർപോർട്ട് ഇതാണ്. നമ്മൾ അടിയിൽ നിന്ന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറച്ചോനെ ഇത് പൊട്ട എയർപോർട്ടാണ് എഴുതി. പക്ഷേ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ ആയിക്കോട്ടെ മറ്റേ സ്റ്റെപ്പ് കയറി മുകളിൽ എത്തിയപ്പോത്തിന് വൻ രസം. അത്രയ്ക്ക് രസമല്ല, ഇങ്ങനെ രസം. ഡ്യൂട്ടി ഫ്രീയും എല്ലാവരും ഉണ്ട് ഇവിടെ ബസ്സിൽ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ നല്ല രസം കേട്ടോ. എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എല്ലാവരും ചിരിക്കും. ചില നാട്ടിൽ പോയി ചിറി പോലും കിട്ടില്ല. ഇവിടെ എല്ലാവരും ചിരിച്ച് ഇവിടെ ഞാൻ ടോയ്ലറ്റ് പോയപ്പോണ്ട് ഹലോ മൈ ഫ്രണ്ട് വെൽക്കം ടു എത്യോപ്യ എന്നൊക്കെ പറഞ്ഞ് എനിക്കാണ് ഇഷ്ടപ്പെട്ടാണ്. നമ്മൾ വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പം എന്തായാലും ഇനി നമുക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് എത്തിയിട്ട് കാണാം. ബൈ. ഹലോ ഗൈസ്, അപ്പം നമ്മളെ എത്യോപ്യ ടു സൗത്ത് ആഫ്രിക്ക ഫ്ലൈറ്റിലാണ് ഇപ്പം നമ്മളുള്ളത്. പെപ്സി, താങ്ക് യു. നമ്മൾ ഇതിൽ ചിക്കൻ തന്നെയാണ് പറഞ്ഞത്, പക്ഷെ ഇതിൽ മെനു ഡിഫറെൻ്റ് ആണ്. ആദ്യം ബീൻസും പിന്നെ എന്തൊക്കെയോ അങ്ങനെ ഒരു സാധനം. എന്തൊക്കെയാ ക്യാരറ്റ്, കക്കരി, ചിക്കന്, പിന്നെന്തോ തക്കാളി കൂട്ടാൻ, പിന്നെ റൈസും ഇത് കേട്ടോ. പിന്നെ ഇതിൽ ഇതൊക്കെ ഒറ്റ കൈ കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം. മൈക്കൊന്ന് കൊടുക്കട്ടെ, മൈക്ക് കൊടുക്കും. ഇതിൽ പറഞ്ഞാൽ മറ്റേതിൽ ഇല്ലാത്തൊരു സാധനം കേട്ടോ, ചോക്ലേറ്റ്. എന്ത് ചോക്ലേറ്റ് ആണാവോ? ഇറങ്ങ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ തീത്ത സാധനങ്ങൾ മറ്റേ ക്രാക്കറും പിന്നെ മറ്റേ ബണ്ണും പിന്നെ ചീസും ബട്ടറും. പക്ഷെ ഇവിടുന്ന് അമൂലും ഇതൊക്കെ മാറി തോന്നുന്നു കേട്ടോ. അമൂലൊന്നുമല്ല ഇവിടെ പ്രസിഡൻറ്റ് ചീസ്, പ്രസിഡൻറ്റ് ബട്ടർ ചീസ്, പിന്നെ പെപ്സി. അത്രയുള്ള ഗൈസ് നമ്മളെ മെനു. അപ്പം എന്തായാലും കഴിക്കട്ടെ. വ്യൂ നോക്കി, ഏതാ വ്യൂ എൻ്റെ മോനെ, ഗോൾഡൻ അവർ. ആ കണ്ണാടി കുറച്ച് ക്ലീൻ ആക്കിയിരിക്കണേ അടിപൊളിയും കിട്ടില്ല വ്യൂ. ഏതാ വ്യൂ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്, കിട്ടുന്നില്ല. കിട്ടില്ല വ്യൂ. അതുണ്ടോ കെൻസേനെ കട. ഹലോ ബ്രോഡി. ബ്രോഡി ഉറക്ക സുഖമൊന്നുമില്ലല്ലോ. എന്താ വരി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സൗത്ത് ആഫ്രിക്ക എത്തിയിരിക്കുകയാണ്. ഇവിടെ മറ്റേ പോലെ ഇവിടുത്തെ വില്ലേജാണുള്ളത്. അപ്പോൾ അനുയിച്ചൊക്കെ എത്തി. എനിക്ക് അന്നത്തെ രാത്രി വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അനുയിച്ചൊക്കെ എത്തിക്കണം, ഒരു കടന്നുറങ്ങുകയാണ്. വന്നപ്പോൾ കുറേ സംഭവങ്ങളുണ്ടായി.
ഞാൻ നിങ്ങളോട് ചെന്നൈയിൽ നിന്ന് ഒരു സാധനം പറഞ്ഞു ഓർമ്മയുണ്ടോ? എനിക്കൊരു ടീം ജേഴ്സി തന്നു, ടാനിയോ കാർട്ട് പോലെ ജേഴ്സി തന്നു, സെനഗലിൻ്റെ ജേഴ്സി എടുത്തിക്കണ്, സൗത്ത് ആഫ്രിക്കൻ്റെ ജേഴ്സി കിട്ടിയില്ല, ഇവിടുന്ന് ഇടാനാണ് പ്ലാന്. ഈ ചുനാനും ജേഴ്സി എടുത്തിക്കണ്, ഇന്ത്യ 8 ജേഴ്സി ഉണ്ട്, ഒക്കെ എടുത്തിക്കണ്. ഞാൻ കാട്ടി തന്നിട്ടില്ല നിങ്ങൾക്ക്. പക്ഷേ ആ ജേഴ്സി ഫുള്ള് കട്ടുകൊണ്ടുപോയി എത്യോപ്യ. അല്ല കോഫി അവിടെ വെച്ചാൽ മതി. ആ താങ്ക് യു. അപ്പോൾ ആ 8 ജേഴ്സി അറിയാതെ ഒന്ന് കട്ടുപോയി. അറിയാതെയല്ല, ഓല അറിഞ്ഞുകൊണ്ട് എടുത്തേക്കാരം. എന്തൊരു കഷ്ടം. നമുക്ക് ലേ ഓവർ ഉണ്ടായി എത്യോപ്യ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് എത്തി. ഇപ്പോൾ ഒരു പാഠം പഠിച്ചു. എന്തായാലും ബാഗ് എപ്പോഴും കവർ ചെയ്യണം, ലോക്ക് ഇടണം. ഞാനിപ്പോൾ അവസാനത്തെ ഇപ്പോൾ മറ്റേ തായ്ലൻഡ് പോക്ക്, ദുബായ് പോക്ക്, ഇവിടേക്കൊന്നും ഞാൻ ഇതുവരെ ബാഗ് ലോക്ക് ചെയ്തിട്ടില്ല, സീലും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടേക്ക് എത്യോപ്യ എത്തിയപ്പോത്തിന് ലേ ഓവർ ഉണ്ടായിന് 2.5 മണിക്കൂറിൻ്റെ ലേ ഓവർ ഉണ്ടായിന്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവിടുന്ന് നമുക്ക് ബാഗ് കാണില്ല, ബാഗിൽ എന്താ നടക്കണമെന്ന് കാണില്ല. എന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത ബാഗ് കേട്ടോ, നമ്മളെ ഹാൻഡ് ബാഗ് നിൽക്കുകയാണെങ്കിൽ നമ്മളെ മിസ്റ്റേക്കാണെന്ന് പറയാൻ പറ്റും. കാരണം നമ്മളെ ശ്രദ്ധ കുറവുകൊണ്ടാണ്. നമ്മളെ കയ്യിലുള്ള ബാഗ് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ എടുത്ത് എന്താ കാട്ടുക, ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കൂട്ടുന്ന ബാഗിൽ. എന്നിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കൂട്ടുക. എന്നിട്ട് അന്ന് രാത്രി ഞാൻ നോക്കിയില്ല. കാരണം അന്ന് രാത്രി ഇവിടെ തോന്നിട്ട് ഞാൻ നേരെ കടന്നൊക്കെ ഇനി. കാരണം എനിക്ക് ഡ്രസ്സ് മാറ്റാൻ പോലും ഞാൻ അത് തുറന്നിട്ടില്ല. ഇനി രാവിലെ നീച്ച് ഡ്രസ്സ് മാറ്റാനുള്ള സാധനം തുറന്നു നോക്കിയപ്പോൾ ഫുള്ള് ജേഴ്സി ഒന്നുമില്ല. ജേഴ്സി മാനേൻ്റെ ജേഴ്സി, സിറ്റിൻ്റെ ജേഴ്സി, എല്ലാം പുതിയ കിറ്റാട്ടോ. മാനേൻ്റെ മറ്റേ വേൾഡ് കപ്പ് കിറ്റ് അത് 3 ഉണ്ട്. എനിക്ക് ഒഴിച്ചു അഞ്ഞൂന് എടുത്തിന്. പിന്നൊരു പിന്നെ ഈ വ്ളോഗിൻ്റെ തുടക്കത്തിലിട്ട ആ വൈറ്റ് അത്, പിന്നെ അതടണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല, അതടണ്ട്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ കിറ്റ്, യുണൈറ്റഡിൻ്റെ കിറ്റ്, പിന്നെയും കുറേ കിറ്റുണ്ട്. എനിക്ക് തോന്നുന്നു ലിവർപൂളിൻ്റെ ഏതൊക്കെയോ കിറ്റുകളുണ്ട്. ഞാനാണെങ്കിൽ എനിക്ക് ഈ ജേഴ്സിനോട് ഭയങ്കര ക്രേസാണ്. ഇതങ്ങോട്ട് പോയപ്പം പോലെ സങ്കടം വന്നിട്ട് ഞാനാണെങ്കിൽ ആദ്യം ഉമ്മച്ചിനെ വിളിച്ച്, ഉമ്മച്ചി ജേഴ്സി ഫുള്ള് പോയി. കാരണം ഞാനും ഉമ്മച്ചിയാണ് ഓരോ ഷോപ്പിൽ പോയിരുന്നത്. ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് എടുത്തു പോകാൻ നോക്കിയാണ്. ഇപ്പം എനിക്കും ഉമ്മച്ചിക്ക് പറയാം എത്ര നമ്മൾ പോയിക്കണം അങ്ങോട്ട് എന്നുള്ളത്. അപ്പം ഉമ്മച്ചി പറഞ്ഞു ഉണ്ടേടാ എന്തോ ഒരു ചതയ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ ഓൽക്കും വിളിച്ചു, ഷോപ്പുകാർക്കും വിളിച്ചു. ഓല് പറഞ്ഞത് സീനില്ല ബ്രോ, ട്രിപ്പ് അടിപൊളിയാക്കി തിരിച്ചു വന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും പെട്ടി അങ്ങോട്ട് തുറന്നപ്പോൾ ഉണ്ട് കളർഫുൾ പെട്ടി ഉണ്ട്. എൻ്റെ നീല ജേഴ്സി, വെള്ള ജേഴ്സി, ഏതൊക്കെയോ. ഇതിലാകെ ബാക്കി വെച്ചത് ഈ റയലിൻ്റെ ഇതും, പിന്നെ ബാർസൻ്റെ ഒരു കിറ്റുണ്ട്. ബാർസൻ്റെ ഒരു മറ്റേ പിങ്ക് അതും, പിന്നെ ബാർസൻ്റെ ആ പിങ്കിൻ്റെ ഒപ്പം എല്ലാ മാച്ചിങ് ട്രൗസറും, പിന്നെ 2 റയലിൻ്റെ ട്രൗസറും. ഇത് മാത്രം ബാക്കി വെച്ച്. ബാക്കിയൊരു 8, 9, 10 ജേഴ്സി ഫുള്ള് പോയി. തീരാ സങ്കടം. അനു പറഞ്ഞ് പിന്നെ മറ്റേ അനു വാങ്ങിത്തന്ന അനു വാങ്ങിത്തന്ന മെറ്റൻ്റെ ഗ്ലാസും മറ്റേ ഇൻസ്റ്റാ 360 അതൊക്കെ എൻ്റെ ഹാൻഡ് ബാഗിലേനി. ഞാൻ എന്തോ വാങ്ങിക്കൊണ്ട് അത് അതിലിട്ടില്ല, ഭാഗ്യം. അതും പാടെ അതിലിട്ടിക്കണേ. അത് പോയിക്കണമെങ്കിൽ അതിലാറ് സങ്കടം. ഇനി ഭാഗ്യം ഞാൻ ഹാൻഡ് ബാഗിലിട്ട്. എന്തായാലും ഇപ്പോൾ ജേഴ്സി മാത്രമേ പോയിട്ടുള്ളൂ. അതിനിപ്പോൾ എല്ലാവരും പറയണേ ജേഴ്സി മാത്രമേ പോയിട്ടുള്ളൂ. എൻസല്ലേ ഇജല്ലത് ആയിടുക്ക് വെയിൽ കുളിച്ചോജി കുളിച്ചില്ലേ? പോണം. എന്നാൽ ഞാനും കുളിക്കാൻ നിൽക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത്രയല്ലേ നമ്മളെ വ്ളോഗ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് ആ ജേഴ്സി ഒക്കെ തിരിച്ച് കിട്ടൂല എന്നറിയാം, എന്നാലും പ്രാർത്ഥിക്കുക തിരിച്ച് കിട്ടാൻ. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയല്ലേ നമ്മളെ വ്ളോഗ്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ കേരള ഫ്ലൈറ്റ് അക്കാഡമി അത് ഞാൻ മറ്റേ ചായ്വാലയിൽ നിന്ന് ഓലാണെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഓല തന്നെയാണ് കേട്ടോ. കേരള ഫ്ലൈറ്റ് അക്കാഡമിൻ്റെയാണ്. എനിക്കൊരു ഉറപ്പില്ലായ്മ ഉണ്ടായിനി, അതെന്തായാലും ഉറപ്പിച്ചു. കേരള ഫ്ലൈറ്റ് അക്കാഡമി തന്നെയാണ്. പിന്നെ ഓല ഓണപ്പരിപാടിയാണെന്ന്. അപ്പോൾ എന്തായാലും ഓല ഓണപ്പരിപാടിക്ക് പോകണം. അതിൽ മുണ്ടും സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ എല്ലാം അഞ്ഞൂൻ്റെ വ്ളോഗിലുണ്ടാവും ഗൈസ്. അപ്പോൾ എല്ലാവരും അഞ്ഞൂൻ്റെ വ്ളോഗിൽ വരിക. അപ്പോൾ ബൈ.